ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നഷ്ടം എങ്ങനെ കുറയ്ക്കാം? നഷ്ടം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പം ഇന്നത്തെ മാർക്കറ്റാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് 6/6/2025 ഭയങ്കര അടിപൊളി ഡേ ആണെന്ന് തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ ബൈയേഴ്സിന്. ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാനിപ്പോഴും ഫ്യൂച്ചറാണ് അനാലിസിസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ വന്നു ആൻഡ് ഏകദേശം അവിടെ കിടന്ന് ഒന്ന് താഴെ പോയി 24,775 ലെവലിൽ അടിപൊളി സപ്പോർട്ട് എടുത്ത് ഒരു സൂപ്പർ ഹാമർ വിത്ത് നല്ല വോളിയം, ദാറ്റ് ഇസ് 155K വോളിയം ഹൈ ബ്രേക്ക് ചെയ്തു. വി ഗോ ഫോർ എ ബൈ. സോ ഇന്ന് വളരെ ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റാണ്. കുറച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റ് ഓടി കതച്ചു. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു സൈഡ് വേസിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇപ്പം ഏകദേശം 2:30 മണിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതല്ല, എങ്ങനെയാണ് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഓപ്ഷൻ ബൈ ചെയ്യണ്ടേ? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഏത് ഓപ്ഷൻ ബൈ ചെയ്യാം? 2:30 വരെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരിക്കുകയാണ്. സ്റ്റിൽ ഒരു ബെയറിഷ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബുള്ളിഷ് തന്നെ ആവാനാണ് സാധ്യത, പക്ഷെ ഉറപ്പല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുത്ത് കാണിക്കാനുള്ള കോൺഫിഡൻസ് അല്ല, ഒരു കൺഫർമേഷൻ എനിക്ക് കറൻറ്റ്ലി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രൈക്ക് ബൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇന്നിവിടെ ബൈ ചെയ്യാൻ പോകുന്നത് 25,000 കോൾ നമുക്ക് ബൈ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു OTM ബൈ ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഏകദേശം ഒരു 25,050 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കൊന്ന് ബൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിഫ്റ്റി 25,050 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ 25,050 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് ഞാൻ ബൈ ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്വാണ്ടിറ്റി നിങ്ങൾക്കറിയാം 75 ആണ്. ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 163 ഞാൻ ഇൻട്രാഡേ അല്ല ബൈ ചെയ്യുന്നത്, ഞാൻ റെഗുലർ ആണ്. അപ്പോൾ ഇവിടെ ക്യുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. വേണമെങ്കിൽ ഇൻട്രാഡേ നമുക്ക് ഇൻട്രാഡേ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രാഡേ അൺസെലക്ട് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നോർമൽ ഇത് ബൈ ആയി പോവും. അപ്പോൾ ഞാനിവിടെ ഇത് ബൈ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓർഡേഴ്സ് നോക്കിക്കേ, ഓർഡേഴ്സിൽ ഒരു ക്വാണ്ടിറ്റി ഓപ്പൺ ഓർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ബിക്കോസ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 165 ആണ്. അപ്പോൾ ഞാൻ ഈ ഓർഡർ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. മോഡിഫൈ ചെയ്തു, പ്രൈസ് ഇവിടെ കൊടുക്കുന്നില്ല, ബൈ കൊടുത്തു, ഡയറക്റ്റ്ലി ബൈ കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർഡേഴ്സിൽ അങ്ങനെ വന്നത് കൊണ്ടാണ്. ഞാൻ 163 കൊടുത്തത്, പക്ഷേ ഏകദേശം മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയി. അപ്പോൾ ഒരു 168 എനിക്കിവിടെ ബൈ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്വാണ്ടിറ്റി 168 നിഫ്റ്റി 25,050 ആണ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളത്. സോ കറൻറ്റ്ലി എൻ്റെ P&L നെഗറ്റീവാണ്. അതിനെ നമുക്ക് നോക്കിയാൽ അറിയാം മാർക്കറ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡൗൺ സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:30 ആയിട്ടുള്ളൂ, 2:45 ആകുമ്പോഴേക്കായിരിക്കും അടുത്ത ട്രെൻഡ് വരാം. എന്നാൽ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഒരു നോർമൽ ചെറിയൊരു ബ്രേക്കൗട്ട് വരാനുള്ള ചാൻസസ് വെരി ഹൈ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ബൈ ചെയ്തിരിക്കുന്നത് 168 ഓക്കെ. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ എനിക്കിതിൽ ലോസ് വരും എന്നുള്ളത് നമുക്കറിയാം. കാരണം ഞാൻ കോളാണ് ബൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്രോഫിറ്റ് വരണമെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാനിവിടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എങ്കിൽ എനിക്ക് നല്ല ഹ്യൂജ് ലോസ് അടിക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഞാനിവിടെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. എങ്ങനെയാണ് ഓപ്ഷൻസിൽ പ്രോഫിറ്റ് ലോസും വരുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം, ഡെൽറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് പ്രോഫിറ്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത് അഡ്ഡമണി കോൾ ഓപ്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് 1 പോയിന്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം 0.5 ആണ് കൂടുന്നത്. അപ്പോൾ 50 പോയിന്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം 25 പോയിന്റ് ആണ് കൂടുന്നത്. ഇനി ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഞാനിപ്പോൾ ബൈ ചെയ്തിരിക്കുന്നത് ഒരു OTM ആണ്, ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണ്. അപ്പോൾ OTM ബൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം ചേഞ്ച് ആവുന്നത് 0.4, 0.3, 0.2 അങ്ങനെ OTM മുകളിലോട്ട് പോകുന്തോറും അതിനനുസരിച്ചാണ് പ്രീമിയം ചേഞ്ച് ആവുന്നത്. ഇനി ഇൻ ദ മണിയിലേക്ക് വരുമ്പോൾ 0.6, 0.7, 0.8 അങ്ങനെയാണ് ഈ ഒരു പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ മണിക്ക് കുറച്ച് പൈസ കൂടുതലാണ്, എക്സ്പെൻസീവാണ്. അപ്പോൾ പ്രീമിയത്തിൽ ചേഞ്ച് പെട്ടെന്ന് OTMകാർക്ക് കിട്ടത്തില്ല. ഇൻ ദ മണി ബൈ ചെയ്തവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അത് കിട്ടുന്നത്. പിന്നെ അഡ്ഡ മണി ആണെങ്കിൽ അങ്ങോട്ടും ഇല്ല, OTMനേക്കാളും ഇൻ ദ മണിനേക്കാളും ഏകദേശം നടുക്കായിട്ടാണ് അർദ്ധമണി നിൽക്കുന്നത്. പക്ഷെ അർദ്ധമണിയിൽ എപ്പോഴും ഡിക്ക് എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 24,996 വന്നിരിക്കുകയാണ്. നമ്മൾ ബൈ ചെയ്തതിനേക്കാളും താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 158 ഒരു 10 പോയിൻറ്റ്സ് ഇപ്പോൾ തന്നെ നമ്മളിത് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും. അപ്പോൾ നമുക്കിത് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു
130 ഒരു 130 പോയിൻ്റാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 130 പോയിന്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എവിടെ എത്തിയിട്ടുണ്ടാവും ഏകദേശം, അതായത് 24,995 158 ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഡെൽറ്റ വെച്ച് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. തൽക്കാലം നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് നോക്കാം. കാരണം മാർക്കറ്റ് ഏകദേശം തീരാറായി, അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ എഗെയിൻ ഈ ഒരു 3 കുത്തിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു 3 കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ, ഇവിടെ ഇൻട്രാഡേ കൺവേർട്ട് ഒക്കെ ഓപ്ഷൻ ഉണ്ട്, GTT അലേർട്ട് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ക്വിക്ക് എക്സിറ്റ് തന്നെ വേണ്ട. അപ്പോൾ എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ പഴയ സെരോദ ഇങ്ങനെ ആയിരുന്നില്ല, ഈ റെഗുലർ ഒന്നാക്കി കൊടുത്തേക്ക് നമ്മുടെ പഴയ സെരോദയായി. കണ്ടോ, അപ്പോൾ 75 ക്വാണ്ടിറ്റി കണ്ടോ, മാർക്കറ്റ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ആണ് വെക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് എപ്പോഴും SL ഓർഡർ വെക്കുക. SLM ഓർഡർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിഗർ ആവണമെന്നില്ല. അപ്പോൾ SL ഓർഡർ വെക്കുക. ഇവിടെ പ്രൈസ് ഞാനിവിടെ 130 എനിക്കിത് എക്സിറ്റ് ആവണം. അപ്പോൾ ട്രിഗർ നമുക്ക് എന്ത് വെക്കാം, 131 വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് സെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓർഡേഴ്സ് നോക്കുമ്പോൾ ഇറ്റ്സ് എ ട്രിഗർ പെൻഡിങ് ഓർഡർ. അതായത് ഈ 161 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. എപ്പോഴാണോ 131 ആവുന്നത് അതപ്പോൾ ട്രിഗർ ചെയ്ത് ഇത് എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഓൾറെഡി വെച്ചു. ഇനി നമ്മൾ ടാർഗറ്റ് വെക്കാൻ നോക്കുമ്പോൾ നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞാൻ 2-3 തവണ ടാർഗറ്റ് വെച്ചിട്ട് ഇത് റിജക്റ്റ് ആയിപ്പോയി. അതായത് നമ്മൾ വൺസ് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെറോദയിലെ ഓപ്ഷൻസിൽ ടാർഗറ്റ് വെക്കാൻ പറ്റില്ല നോർമൽ എക്സിറ്റിൽ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് മനസ്സിലായി, പക്ഷെ പലർക്കും എത്ര രൂപയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, എങ്ങനെയാണ് ഈ പ്രീമിയം കയറുന്നത് എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ 24,990 ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല, സ്റ്റില്ലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 25,000 മാർക്കറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ 25,000 മാർക്കറ്റ് നിൽക്കുമ്പോൾ ഞാൻ 25,050 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് 168 രൂപയ്ക്കാണ് ബൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് 25,100 എത്തും എന്നുള്ളതാണ്. 25,000 നിന്ന് 100 പോയിന്റ് മൂവ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ബൈ ചെയ്തിരിക്കുന്നത് 25,050 OTM ആണ്. അപ്പോൾ മാർക്കറ്റ് 1 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ എൻ്റെ 25,050 0.4, അതായത് 168 രൂപ 168.4 മൂവ് ചെയ്യുന്നത്. ഇനി 25,001 ആകുമ്പോൾ 168.4, 25,002 ആകുമ്പോൾ 168.8, അങ്ങനെ 0.4 വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത് എൻ്റെ 25,050 പ്രീമിയം എന്ന് പറയുന്നത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ 100 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ എൻ്റെ ഈ 168 രൂപ എത്ര പോയിന്റ് മൂവ് ചെയ്യും, 100 × 0.4, അതായത് 40 പോയിൻ്റാണ് മൂവ് ചെയ്യാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം, 168 + 40 ആയിരിക്കും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം 25,100 എത്തുമ്പോൾ എനിക്ക് അത്രയും വാല്യൂ 208 രൂപ ഉണ്ടാവണം ഇതിന്. പിന്നെ ചെറിയ വേറെ കുറച്ച് എഫക്റ്റൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 208 വെക്കാതെ ജസ്റ്റ് 200 റൗണ്ട് അല്ലെങ്കിൽ 199 ഒക്കെ വെക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ DK എഫക്റ്റ് വരുന്നു, അത് കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു വരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രീമിയം ഉണ്ടാവില്ല. കാരണം എന്താ, ഈ DK എഫക്റ്റ് അല്ല പെട്ടെന്ന് വന്നാൽ ഇതിൽ കൂടുതൽ പ്രീമിയം അടിക്കും, അതായത് വേഗ എഫക്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എഫക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് മാർക്കറ്റ് പോയി വലിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. മാർക്കറ്റ് പതിയെ വരുന്നെങ്കിൽ ഡെൽറ്റ മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ, അപ്പോൾ വേഗ എഫക്റ്റ് ഉണ്ടാവില്ല, DK പെട്ടെന്ന് വരണമെന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നോർമലി ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, അതായത് 100 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ 100 × 0.4 നമ്മൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഇനി അഡ്ഡമണി ആണെങ്കിൽ 100 × 0.5, ദാറ്റ് ഈസ് 50. അങ്ങനെയാണ് ഇതിൻ്റെ പ്രീമിയം കയറുക. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു 25,950 ലെവലിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ കുറേ നേരം ഇവിടെ നിന്ന് പ്രീമിയം ഒക്കെ DK വന്നതിന് ശേഷമാണ് ഈ ലെവലിലേക്ക് വരുന്നതെങ്കിൽ അതിന് 130 ആയിരിക്കില്ല, അതിൽ കുറവ് പ്രീമിയം ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വേഗം അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു ബൈ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് അനങ്ങാതിരിക്കുക, മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യരുത്. പിന്നെ എപ്പോഴും ഞാൻ ഓപ്ഷൻ ബൈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് 2-3 വീഡിയോസ് ചെയ്തു. ഓപ്ഷൻസ് ആണ് കൂടുതലായിട്ട് പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ബിഗിനേഴ്സ് ഒരുപാട് പൈസ ഇട്ട് ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സ്കില്ലുണ്ടാവും ഇതിൽ, പക്ഷേ തുടക്കം തന്നെ കുറേ പൈസ ഇട്ട് ചെയ്ത് ആ സ്കില്ല് ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ട് പൈസ വാഷ് ഔട്ടാക്കി കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങൾ വെർച്വലി ചെയ്യുക. ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വെർച്വലി ചെയ്യാൻ. അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക, വെറുതെ പേപ്പറിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കുറേ ഒരു 6 months ഒക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് കോൺഫിഡൻ്റ് ആയ ശേഷം 1 quantity വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മാത്രം ക്യാപിറ്റൽ കുറേശ്ശെ കൂട്ടി കൊണ്ടുവരിക. അല്ലാതെ തുടക്കം തന്നെ ഇപ്പോൾ എനിക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ബൈ ചെയ്യരുത്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി വീഡിയോ ഇടുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വൻ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു സ്കില്ലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ട്രൈ ചെയ്യുക, നഷ്ടങ്ങൾ വരും, ചിലപ്പോൾ ലാഭങ്ങൾ കിട്ടും. അപ്പോൾ എപ്പോഴും മൈൻഡിൽ ആ ഒരു റിസ്ക് ഫാക്ടർ മൈൻഡിൽ വെക്കുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി മാർക്കറ്റായിരുന്നു ബൈയേഴ്സിന്, നല്ല രീതിയിൽ ബുള്ളിഷായ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ ചില മാർക്കറ്റിൽ ഒന്നും അറിയാതെ പോലും ബൈ ചെയ്തെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഞാനെല്ലാം പഠിച്ചു, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. വേറെ മാർക്കറ്റ് വരുമ്പോൾ നിങ്ങളുടെ പൈസ പോവും. പിന്നെ എല്ലാ മാർക്കറ്റും ബൈ മാർക്കറ്റ് അല്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. ഇനി നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. നമ്മൾ ആ ട്രേഡ് എടുത്തിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി അത് ഹോൾഡിംഗ് ആയിരുന്നു ഓവർനൈറ്റ്, ജസ്റ്റ് 1 ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ. സോ മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമ്മുടെ പൊസിഷൻ നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 200 തന്നെ ഞാൻ ടാർജറ്റ് ഇട്ടത്, ലിമിറ്റുള്ള ടാർജറ്റ് ഇട്ട് ഞാനിത് എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടേ നിങ്ങൾക്കറിയാം, നല്ലൊരു ക്യാൻഡിലാണ്. പക്ഷേ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സൈഡ് വൈസ് ആയിരിക്കും എന്നുള്ളൊരു വ്യൂ ആണ് എനിക്കുള്ളത്. പിന്നെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് അടുത്ത ബുള്ളിഷ് ട്രേഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് കറൻ്റ്ലി ഇത് എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം ഇനി ചിലപ്പോൾ ഒന്നുകൂടി താഴെ പോയിട്ടായിരിക്കും അടുത്ത റൗണ്ട് റാലി ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യൂ. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഒന്ന് സൈഡ് വൈസ് ആയിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ ഇതാണ് ആ പൊസിഷൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ്. ഞാൻ ഏകദേശം 2000 സംതിങ് പ്രോഫിറ്റോടുകൂടി ഇത് എക്സിറ്റ് ചെയ്തു.